അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടി ഗേറ്റ് പൂവന്തിക്കുടി ഇടപ്പുക്കുളം റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. 8 വർഷം മുമ്പ് PMGSY പദ്ധതിയിലാണ് റോഡ് നിർമ്മിച്ചത്. റോഡ് നിർമ്മിച്ച ശേഷം റോഡിനെ അധികൃതർ അവഗണിച്ചതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡിൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തിയില്ല. പ്രളയമടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയിൽ മിക്കയിടങ്ങളിലും ടാറിംഗ് തകർന്ന കുണ്ടും കുഴിയുമായി മാറി. കാൽനട യാത്രയും ചെറുവാഹനങ്ങളിലെ യാത്രയും വരെ ഇതുവഴി ദുഷ്കരമാണ്. കട്ടപ്പന കുട്ടിക്കാനം തേക്കടി കൊച്ചി സംസ്ഥാന പാതകളെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പൂവന്തിക്കുടി ഗോത്രവർഗ ഗ്രാമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ 200ഓളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കൂടാതെ ചെന്നിനായ്ക്കൻകുടി ഗോത്രവർഗ ഗ്രാമം, 6 ഏക്കർ പട്ടികജാതി കോളനി, ഇടപ്പുക്കുളം, മാലിക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വർക്കും പ്രയോജനപ്പെടുന്ന റോഡാണിത്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഏതാനും ഭാഗം സ്വകാര്യ എസ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. നിരവധി തവണ ഈ MP-യുടെ ആൾക്കാരെ കണ്ട് സംസാരിക്കുകയും മെമ്മോറാണ്ടം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ യാതൊരുവിധ പരിഹാരവും കണ്ടിട്ടില്ല. ആൾക്കാർക്ക് നടന്നു പോകാനോ അതുപോലെ തന്നെ 2 വീലറുകാർക്കും ഓട്ടോക്കാർക്കുമാണ് ഏറ്റവും ഭയങ്കര ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ്. അതൊന്ന് നന്നാക്കി തരാൻ വേണ്ടി പഞ്ചായത്തിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് പലതവണ ആവശ്യപ്പെട്ടു. എല്ലാവരും പറയുന്ന ഫണ്ട് വരുന്നില്ലെന്നാണ്. PMGSY പദ്ധതിയിൽ റോഡിന് 3 കോടി രൂപ അനുവദിച്ചപ്പോൾ തന്നെ ഭൂമി വിട്ടു നൽകില്ലെന്ന് പറഞ്ഞ് തോട്ട ഉടമ എതിർപ്പുമായി രംഗത്ത് വന്നു. ഇതിനെതിരെ നാട്ടുകാർ സമരം ചെയ്യുകയും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ശക്തമായി ഇടപെടുകയും ചെയ്ത ശേഷമാണ് സ്ഥലം വിട്ടുകിട്ടിയത്. മുൻ MLA ES ബിജുമോളുടെ അധ്യക്ഷതയിൽ മുൻ MP ജോയ്സ് ജോർജാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. റോഡ് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ടാറിംഗ് തകരാൻ തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാരും ഊരുമൂപ്പന്മാരും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥരും പിന്നീട് വന്ന ജനപ്രതിനിധികളും ഒരു നടപടി സ്വീകരിച്ചു. കുത്തുകയറ്റവും കൊടുംവളവുള്ള റോഡ് ടാറിംഗ് തകർന്നതോടെ ഇതുവഴിയുള്ള യാത്ര ക്ലേശകരമാണ്. ജില്ലാ പഞ്ചായത്താണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ആലടി മുതൽ ഇടപ്പൂക്കുളം വരെ പൂർണ്ണമായും റീടാറിംഗ് നടത്താനുള്ള ഫണ്ട് അനുവദിക്കണമെന്നാണ് ആദിവാസി മൂപ്പന്മാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.